പോത്തെ ഞാൻ വേഗം വരും. പുതിയതോ? ഞാൻ നാളെ ഉണ്ടല്ലേ കേക്കില്ല. വയനാട്ടിലേക്ക് സൂക്ഷിച്ചു പോണോ? ഓർക്ക പറയടോ. വയനാട്ടിലേക്ക് സൂക്ഷിച്ചു പോണോ? അമ്പോ. ആ പിന്നെ കടുവ കടിക്കൂ. പഠിപ്പിക്കലടാ. ഓക്കെ. അതെ അച്ഛൻ കടുവ കണ്ട അമ്മേനെ കണ്ട ഓടുമല്ലേ, അത്രയ്ക്ക് ഇങ്ങനെ പേടിയാണ്. പോയിട്ടെ. ബൈ. കേറിപ്പോയ മഞ്ഞുണ്ട്. അച്ചപ്പ വരും. അങ്ങനെ ഞാനിപ്പോൾ പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇത് 2 ദിവസത്തേക്കുള്ള ഓഫ്ലൈൻ ക്ലാസ് ആണ്. വീഡിയോയിൽ തുമ്പമ്മേനെ കാണാത്തത് കഴിഞ്ഞ ദിവസം തന്നെ അപ്പും ആര്യയും കൂടെ തുമ്പീനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഇനി ഞാൻ എന്താ പഠിക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ DBCM എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് പഠിക്കുന്നത്, ഡിപ്ലോമ ഇൻ ബ്യൂട്ടി കെയർ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. അപ്പം ഇതെന്താണ് ഞാൻ പഠിക്കണതെന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവില്ലേ. ഞാൻ ആയുർവേദ ഡോക്ടറാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് DBCM എന്നുള്ളൊരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയുർവേദ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കോസ്മെറ്റോളജി, അതായത് നമുക്ക് നമ്മുടെ ഫേസ്, ഹെയർ, ഇതിൻ്റെയൊക്കെ കെയർ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെന്ന, അല്ലെങ്കിൽ ഹെയർ സ്പാ, ഫേഷ്യൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ആയുർവേദിക് സ്പായൊക്കെ തുടങ്ങാൻ എത്രയോ ബെറ്ററാണ് ഈ ഒരു കോഴ്സും കൂടെ ഉണ്ടെങ്കിൽ. സാറ്റർഡേ സൺഡേ ആണ് ക്ലാസ് ഉണ്ടാവുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ഒക്കെ വരുന്ന ക്ലാസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലീവൊക്കെ എടുക്കാൻ പറ്റുന്നൊരു ടൈം നോക്കിയിട്ടാണ് സാറ്റർഡേ സൺഡേ ക്ലാസ് ആക്കിയിട്ടുള്ളത്. 2 ദിവസം ഞാൻ അടുത്തില്ല എന്നുള്ളതൊരു സങ്കടമല്ല, പകരം ഒരു സന്തോഷമാണ് ഞാൻ വൈശാട്ടിൻ്റെ മുഖത്ത് കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ പാവം നിങ്ങളൊക്കെ വല്ലാണ്ടിക്ക് മിസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഏട്ടൻ പറയണത് എന്താ അറിയോ, നീ അവിടെ ഫ്രണ്ട്സായിട്ട് അടിച്ചു വിളിക്കാൻ പോവല്ലേന്ന്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ് വെയിറ്റ് ചെയ്യാണ്. ബുക്ക് ചെയ്തതാണ് കേട്ടോ ഓൾറെഡി. പക്ഷേ ഗൈസ് നൈസായിട്ട് പണി കിട്ടി. നമ്മൾ ബുക്ക് ചെയ്ത ബസ് മുന്നിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞ ഏട്ടാ അതാണോ ബസ്? അപ്പോൾ ഏട്ടൻ പറഞ്ഞേ അതാവാൻ വഴിയില്ല. പക്ഷേ ഏട്ടനും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ താമരശ്ശേരി, കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി പോയി അവിടുന്ന് വേറെ ബസ്സിനൊക്കെ കയറി എങ്ങനെയൊക്കെയോ ആണ് പോയത് ഗൈസ്. പിന്നെ ലേറ്റ് ആവുന്നത് ഒരു പുത്തരി അല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ അതാ ഞാൻ കൽപ്പറ്റ സ്റ്റാൻഡിലെത്തി. കൽപ്പറ്റയിൽ നിന്ന് പിന്നെ മേപ്പാടി ബസ് ഉണ്ടാവില്ലേ, അങ്ങനെ അതിൽ പോയിട്ട് വേണം. പുളിയാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ക്ലാസ് ഉള്ളത്. അങ്ങനെ ഞാനിത് അവിടെ ഇറങ്ങി കണ്ടു, പുളിയാമ്പറ്റ വൈദ്യശാല. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതാ കുറേ ബലൂണും പരിപാടികളൊക്കെ. അപ്പോൾ നോക്കുമ്പോഴാണ് പള്ളി പെരുന്നാളാണ് ഗൈസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെന്തായാലും ക്ലാസ്സിലേക്ക് കയറി. അധികം ലേറ്റ് ആയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചെന്ന പാട് നമ്മൾ തവണ ഹെയർ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. വയനാടാണ്, തണുപ്പാണ്, 2 ദിവസത്തേക്ക് കുളിയില്ല എന്നും പറഞ്ഞ് ഒരു കുളി കുളിച്ച് പോയ ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ ഹെയർ സ്പാ ചെയ്യാനാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറങ്ങി നിന്ന് ഗൈസ്. അങ്ങനെ ഇതാ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയൊക്കെ സെറ്റാക്കി കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. തല നിറച്ച് ഡാൻഡ്രഫാണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. പക്ഷേ അസ്ന ഡോക്ടർ പറഞ്ഞു ഇതൊന്നും അല്ല ഡാൻഡ്രഫ്, ഇതിലൊന്നും അധികം ഇല്ല, മൂർധാവിൽ മാത്രമേ ഒരു ഇച്ചിരിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയർ സ്പാ മന്ത്ലി ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ ഓൾറെഡി സ്മൂത്ത് ചെയ്തിട്ടും പിന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും അതും ഇതൊക്കെ ചെയ്തിട്ട് മുടി ഒരു വിധത്തിൽ നശിച്ച് അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നന്നായി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഹെയർ. എല്ലാവരും തലങ്ങും വിലങ്ങും അപ്ലൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. എനിക്ക് തലയ്ക്ക് നല്ല സുഖമുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്തു ഗൈസ്. പിന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന ചോട്ടാ മുമ്പിലൊരു വയസ്സായ ഒരു അമ്മൂമ്മല്ലേ, ഞാൻ കയറിപ്പോൾ ഒരു ഇടപെട്ടി എന്ന് പറയുന്നത് ആ അമ്മമ്മേനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും കാണാൻ കോമഡി ഉണ്ട് അല്ലേ, വടിവേലുവിൻ്റെ മറ്റേ ഹെയർ സ്റ്റൈൽ പോലെയൊക്കെ ഉണ്ട്. ഞാൻ തന്നെ എന്നെന്തൊക്കെയാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഉണ്ടല്ലോ ഇത് നല്ല ട്രീറ്റ്മെൻറ്റ് ആട്ടോ, ഫുള്ള് പ്യുവറായിട്ട് ആയുർവേദിക്, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെയർ സ്പാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇത്തവണ ഹെയർ ആയിരുന്നു ഫുള്ള് കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ ക്ലാസ്സിന് പോയില്ലേ, അതായത് നമ്മളെ ചൂരൽമല, മുണ്ടക്കൈ, അതിൻ്റെയൊക്കെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ കുറച്ച് ദിവസം, എനിക്കൊന്നൊരു 1 വീക്ക് മുന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിച്ചത് ഫേഷ്യൽ, അങ്ങനെ ഫേസ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പഠിക്കുന്ന ഫുൾ ഹെയർ റിലേറ്റഡ് ആണ് കേട്ടോ. ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉലുവ അപ്ലൈ ചെയ്യുന്നത്. വളരെ നല്ല ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ, ഹെയറിന് ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ഉലുവ ആപ്ലിക്കേഷൻ, പക്ഷേ വെറും ഉലുവയല്ല കേട്ടോ, ഇതിൽ കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ട്, ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങൾ കണ്ടില്ലേ അടുത്ത പിന്നെ വിഷുവിനേക്ക് കത്തിക്കാൻ വെച്ചാന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടാണ്. അങ്ങനെ കുളിക്കൂലെന്ന് പറഞ്ഞ് വന്ന ഞാനാണ് ഇത് കണ്ടില്ലേ.
പക്ഷേ ഈ ഹെയറും വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, അനുജ ഡോക്ടറും വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടർക്ക് എന്താ വെച്ചാൽ ഉലുവയാണ്. ഉലുവേൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു എണ്ണമയല്ല ഉണ്ടാവുക, പകരം ഒരു ഷാമ്പൂ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നല്ല ഹെയർ നല്ല വോളിയത്തിലൊക്കെ തോന്നും. ഓക്കെ, ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എടുത്ത് നോക്കണം കേട്ടോ, എൻ്റെ മുന്നത്തെ വീഡിയോ ആണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളേജ് ലൈഫ് കുറേ കാലത്തിന് ബ്രേക്ക് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളെപ്പോഴും ഇവിടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോവാറ്. ആൻമരിയ കലിപ്പിലാണ്. ഇത് ആൻമരിയ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മെനു ഇതാ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ പ്രിയ ഡോക്ടർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെനു എടുത്ത് നോക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. ആ സമയത്ത് ഇത് ഭയങ്കര കോമഡി ആണെങ്കിൽ ഇപ്പം നിങ്ങളോട് എനിക്കിത് പറഞ്ഞ് ഫലിപ്പിക്കാനാവുന്നില്ല. ചില കോമഡികൾ അങ്ങനെയാണല്ലേ, അപ്പം ഭയങ്കര ചിരിയായിരിക്കും, പക്ഷേ പിന്നീട് നമുക്കത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ഒരു കോമഡിയാണ് അവിടെ നടന്നത്. എന്തായാലും ഞങ്ങളുടെ തന്നെ നിൽക്കട്ടെ അല്ലേ. കഴിഞ്ഞ തവണ മീൽസ് കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത്തവണ ഞാൻ മീൽസാണ് എടുത്തത്. പക്ഷേ ഇത്തവണ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഗൈസ്. കഴിഞ്ഞ തവണത്തെ അത്ര ടേസ്റ്റ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു പാളിച്ചായിരുന്നു. അവരൊക്കെ മന്തിയാണ്, ഞാൻ മന്തി ലവർ അല്ല ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെന്നയാണ് കേട്ടോ. നീയും കലക്കുകയാണല്ലേ കൊച്ചു ഗള്ളി എന്ന് പറഞ്ഞിട്ട് നിമ്മി ഡോക്ടർ വൻ മിക്സിംഗ് ആണ് കേട്ടോ. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റാണേ. അപ്പോൾ അതാ ഞാനിങ്ങനെ വിളിച്ചു നിമ്മി ഡോക്ടറെ എന്നാണ് നോക്കിയപ്പോൾ ക്യാമറ കണ്ടപ്പോൾ എൻ്റെ അമ്മേ എന്താ പണി വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നെ ഭയങ്കര വിശ്വാസം എല്ലാവർക്കും കേട്ടോ. എല്ലാവരും ഞങ്ങളെ തലയിൽ ചെയ്ത് പഠിച്ചോളൂ എന്ന് മുന്നിട്ട് ഇറങ്ങാൻ ഞങ്ങളെപ്പോലെ കുറച്ച് പേരുണ്ടാകുമ്പോൾ പിന്നെ എന്താല്ലേ. അപ്പം ഇപ്പം ജൂലു ഡോക്ടറാണ് ഇരിക്കുന്നത്. ജൂലു ഡോക്ടറെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നത്തെ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ഖുഷ്ബുവിൻ്റെ ഫേസ് കട്ടുള്ള ഒരു ഡോക്ടർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ജൂലു ഡോക്ടർ കേട്ടോ. ബാക്കിലിരിക്കുന്ന ആയിഷ ഡോക്ടർ. ഇതൊക്കെ പിന്നീട് നമുക്ക് കാണുമ്പോൾ എപ്പോഴും ഒരു ഓർമ്മയാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ ശരണ്യ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ കത്തിയടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ട്രോളും എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ടൊക്കെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും ഇത്തരം കോമ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഹെയർ നമുക്കിപ്പോൾ ഹെയർ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ ഞാനിപ്പം ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും അത് ഒരു എന്താ പറയുക വൈഡ് ടീത്തുള്ള ഒരു കോമ്പ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ ഇതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യണത് ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും PS1 PS2 ഉള്ള നമ്മളെ തൃഷേനെയാണ് ഓർമ്മ വന്നത്. ആളുടെ ഹെയർ സ്റ്റൈൽ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമുക്കറിയാലോ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫേസിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ഇപ്പോൾ ഒരു പാർലറിലൊക്കെ പോയി കഴിഞ്ഞാലും ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഹെയറിനൊക്കെ ഏതാണോ ആപ്റ്റ് ആവണത് അതൊക്കെ ശരിക്കും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ അതിനേക്കാൾ എന്താ പറയുക നമുക്ക് സൈഡ് എഫക്ട്സ് കുറച്ചുകൂടെ കുറയും. അത് ഞാൻ വേറൊന്നുകൊണ്ടല്ല പറയണത്, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്താ പണി കിട്ടിയേ അല്ലെങ്കിൽ എങ്ങനെയാണ് അവസ്ഥ എന്ന്. ഞാൻ ഹെയറിൽ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഹെയർ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ്. ആ സമയത്ത് ഞാനത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ അത്രയും ഡാമേജ് ആണെന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പം ഞാനത് തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി തല കഴുകുന്നതെന്ന് മാറി ഡെയിലി തല കഴുകുന്നത് മാറ്റിപ്പിടിച്ചു. ഒന്നാമത്തെ കാര്യം ഡെയിലി എണ്ണ തേക്കുന്നത് ഞാൻ മാറ്റിപ്പിടിച്ചു. അതായത് വീക്കിലി ഒരു 3 ദിവസമൊക്കെ തല കഴുകുമ്പം എണ്ണ ഇട്ടിട്ട് കുറച്ച് തലയിൽ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഷാമ്പൂ ചെയ്ത് കഴുകി കളയുക. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെതായ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നത് ഭൂമിക വേദിക്സ് ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ. അപ്പോൾ എനിക്കതിൽ നല്ലൊരു ഒരു റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണെങ്കിലും നമ്മളൊരു കറക്റ്റ് ഒരു എന്താ പറയുക ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. സ്കിന്നിനാണെങ്കിലും ഒക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ ചില സമയം എനിക്ക് തോന്നും ചെയ്യണം എന്നൊക്കെ, പക്ഷേ പിന്നെ എനിക്ക് മടിയാവും ഗൈസ്. ക്ലാസ്സിനൊക്കെ പോയി വന്നാൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. അയ്യോ ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പവനായി ശവമായി ഞാൻ വീണ്ടും പഴയ ആൾ തന്നെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കൂടെ പാർവതി ഡോക്ടറെ കുട്ടിയാണ്. എനിക്ക് ആ ബേബീനെ കാണുമ്പോൾ ശരിക്കും നമ്മളെ തുമ്പമ്മേനെ വല്ലാതായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ആണ്, അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെഡ് മസാജ്, അതായത് ഹെയറിൽ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. അയ്യോ നല്ല സുഖമായിരുന്നു ഗൈസ്, നന്നായി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് വൈശാഖേട്ടൻ ഓടി വരും. നീ അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, എന്നോട് പറഞ്ഞില്ലല്ലോ, വന്ന് ചെയ്യുമെന്ന് പറയും. അത്രയും ഇഷ്ടമാണ്. പക്ഷേ ഒരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ. ശരിക്കും നമ്മൾ പഠിച്ച് തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പം ശരിക്കും എന്താ പറയുക, ഞാനത് ശരിക്കും
മനസ്സിലാക്കിയ സമയതയിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയില്ലായിരുന്നോ, ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു ഹെഡ് മസാജ് ഉണ്ട് എൻ്റെ പൊന്നെ. ഞാൻ അത്രയും, അതായത് ഡെലിവറി കഴിഞ്ഞ പക്ഷേ അത്രയും ഒരു റിലാക്സ് ചെയ്ത ടൈം വേറെ ഉണ്ടാവില്ല. അത്ര അടിപൊളിയായിരുന്നു. ഇത് ഹെൽമെറ്റാണ് നിങ്ങൾ വിചാരിക്കരുത്, ഇതൊക്കെ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോരോ ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ക്ലാസ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായി ട്രീറ്റ്മെൻറ്റിന് റെഡി ആയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ത് പഠിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഡെർമാറോൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. സംഭവം അത്യാവശ്യം നല്ലൊരു പെയിനുള്ള സാധനം. അപ്പം നമ്മൾ എത്ര പ്രഷർ കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെ പെയിൻ ഇല്ലാണ്ടും ചെയ്യാം. ഇതെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മളെ ഹെയറിൻ്റെ ഗ്രോത്തിനെയും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാർവതി ഡോക്ടർക്ക് അവിടെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൈസായിട്ട് ഇതാ ഇവളെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ബേബി എൻ്റെ അടുത്ത് നിന്നു കേട്ടോ. അതന്നെ വലിയ കാര്യം. എനിക്ക് അല്ലെങ്കിൽ പണ്ട് തൊട്ടേ അങ്ങനെ കുട്ടികളെ നോക്കാൻ എനിക്ക് ഭയങ്കര ഒരു കഴിവായിരുന്നു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് കുട്ടികളുണ്ടായപ്പോഴാണ് ആരെങ്കിലും എടുക്കുകയെന്ന് ചോദിച്ചു നടന്നത്. അല്ലെങ്കിൽ എല്ലാവരും കുട്ടികളും വലിച്ചു വരെ എടുക്കുന്നതിലേ ഞാൻ വേഗം നിറച്ച് സാധനങ്ങളാണ്. ആർക്കറിയാം. അങ്ങനെ ഞങ്ങൾ പള്ളിപ്പെരുന്നാളുള്ള ആ പള്ളിയിലേക്ക് പോയിട്ടോ. അതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് ആ പെരുന്നാളുള്ളവിടത്തേക്ക് കയറിയിട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് തുമ്പമ്മയ്ക്ക് ഹെയർ അക്സസറീസ് വാങ്ങിക്കാൻ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചു. നല്ല രസമാണ്, നല്ല വൈബായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഉത്സവത്തിന് പോയാൽ തറ കാണൂല, പള്ളിപ്പെരുന്നാളിന് വേണ്ടി പ്രസംഗം കേൾക്കൂല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇരുടായി തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു പോകാൻ നമുക്ക് കൂടണയാം. കാരണം പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് മേപ്പാടിക്ക് കടുവയ്ക്ക് ഷോർട്ട് കട്ട് എങ്ങനെ അറിയെങ്കിൽ പണി വാളുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എന്നിട്ട് എല്ലാവരും പാടെ ഫുഡ് കഴിച്ചു. ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ. ബാക്കി എല്ലാവരും ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഗ്രീഷ്മ ഡോക്ടറും ആണ് ഇപ്പോൾ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ റൂമാണ്, ഞാനും ഗ്രീഷ്മ ഡോക്ടറും ആണ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. റേറ്റിന് ഓഫ് കോഴ്സ് വർത്ത് ആയിട്ടുള്ള റൂമായിരുന്നു. പക്ഷേ നമ്മളിതൊന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല. ടി വി നമ്മൾ ഓണേ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തി. ഇനി ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഞാനിങ്ങനെ ഷാമ്പു ഒക്കെ വാങ്ങിച്ചിട്ടാട്ടോ വന്നത്. കാരണം ഓൾറെഡി സ്പായൊക്കെ ചെയ്തുകൊണ്ട് കുറച്ചൊരു എണ്ണമയം ഫീല് തലയിലുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കൊണ്ടുനടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഷാമ്പു ഒക്കെ വാങ്ങിച്ചിട്ട് രാത്രി കുളിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കട്ടിൽ കണ്ടപ്പോഴത്തേ ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ആയതേ പിന്നെ ഓർമ്മ ഉണ്ടായുള്ളൂ. രാവിലെ ഞാൻ എന്താ വന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാടാന്ന് വിചാരിക്കും, അങ്ങനെ വിചാരിക്കരുത് ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ കുളിച്ച് വയനാട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ക്ലാസ്സിന് ഇറങ്ങാൻ കേട്ടോ. താക്കോലും കുട്ടിയും കൂടെ എന്തോ കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കൃഷ്ണപ്രിയ ഡോക്ടർ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഇതായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ആയിട്ടോ റൂമിൽ നിന്ന്. അങ്ങനെ ഇനി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവിടുത്തെ ഫുഡ് ഷോകാണെന്ന് ആദ്യമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് സ്റ്റേ ഉള്ള സ്ഥലത്തല്ല കേട്ടോ, പുറത്ത്. അപ്പം എന്തായാലും വേണ്ടിയില്ല, കഴിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോണ വയ്ക്കിത് ആ പള്ളിപ്പെരുന്നാളിൻ്റെ എന്തോ ഒരു സംഭവം വരവോ എന്തോ ഇല്ലേ, ആ സംഭവം അതിലേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പറഞ്ഞത് ഏറെക്കുറെയൊക്കെ സത്യം. അങ്ങനെ നമ്മൾ പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചിക്കൻ കറി എന്ന് പറഞ്ഞപ്പോൾ ആൾ പാർട്സിൻ്റെ കറി കൊണ്ട് തോന്നപ്പോൾ പാർട്സ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് റിട്ടേൺ അയച്ച് പിന്നെ വേറെ സാധനം വാങ്ങി കഴിച്ച്. പക്ഷേ എന്തോ എനിക്കൊരു എന്താ പറയുക, വാവ് നല്ല ഫുഡ് എന്ന് പറയാൻ തോന്നിയിട്ടില്ല. എന്നാലോ കുഴപ്പമില്ല, നമ്മളെ വിശപ്പ് മാറണമല്ലോ. അങ്ങനെ ഞങ്ങളിത് അത് കഴിഞ്ഞ് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി ഗൈസ്. ഇനി ഇന്നത്തെ ക്ലാസ് എന്താണെന്നുള്ളതല്ലേ, ട്വിസ്റ്റ് ക്ലാസ്സാണ് ഗൈസ്. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ടോപ്പിക്കാണ് ഇന്നത്തത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത സബ്ജക്റ്റ് അക്കൗണ്ടൻസി. എന്തിനാണ് ഡോക്ടേഴ്സ് പഠിക്കണമെന്നല്ലേ. നമ്മളിപ്പോൾ ഒരു ആയുർവേദിക് സ്പായോ പാർലറോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾക്ക് പഠിക്കാണ്ട്. ഒരു ദിവസത്തെ എക്സാമാണ് ഗൈസ് അത്. അപ്പോൾ കൊമേഴ്സ് പഠിച്ച പിള്ളേരൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം നമ്മൾ വിചാരിക്കും സയൻസാണ് ഏറ്റവും ടഫ്, സയൻസ് പഠിക്കാനാണ് ഏറ്റവും ടഫ് എന്ന്. പക്ഷേ ഇപ്പം ഞങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ കൊമേഴ്സും സംഭവമാണ് എന്ന് മനസ്സിലായിട്ടോ. അപ്പം നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന സാറാണിത്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. മണ്ണും ചാണകം അറിയാത്ത ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് സാറ് അക്കൗണ്ടൻസി പഠിപ്പിച്ചതെന്നുള്ളതാണ് കേട്ടോ. കോളേജിൽ ലെക്ചറാണ് കേട്ടോ ആള്. എനിവേ രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചില സമയം സാറും ക്യാമറയും കണ്ണുടക്കുമ്പോൾ ഞാൻ നൈസായിട്ട് താത്തും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ചിലപ്പോൾ സാറെങ്ങാനും വൈറലായാലോ വെച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ കാണായിരുന്നു, എല്ലാവരും ചിരിയായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അഞ്ജന ഡോക്ടർ സമ്മതിച്ചില്ല. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അഞ്ജന ഡോക്ടറെ കയ്യോ മുടിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ അനുജ ഡോക്ടർ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. ഇനി ഞങ്ങൾ കാണുമോ എന്താ അറിയില്ല, പക്ഷേ ഇനിയും കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ അതാ സാറ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അതാ സാറ ഡോക്ടറും അനുജ ഡോക്ടറും ഒക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയി. ഇന്നത്തെ ക്ലാസ് ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളിലൊക്കെ ആയിരുന്നു. അങ്ങനെ സാറ് ഇതാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തന്നൊക്കെ സാറും അങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് സാറും പോവാണ് ഗൈസ്. ഞാൻ ആ വീഡിയോ എടുക്കുമ്പോഴും അഞ്ജന ഡോക്ടർ ഉണ്ട് എണീറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ സമ്മതിച്ചു തന്നിട്ടാണ്. സൂപ്പർ സൂപ്പർ. പുറത്തൊക്കെ പോയിട്ട്
ബൈ 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 ജോ ബൈ സ്പെഷ്യൽ ബൈ കണ്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സ്ഥലം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു കഴിച്ചത്. അടിപൊളി മീൽസാണ് കേട്ടോ. കൽപ്പറ്റയെന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി ഇരുന്നതേ ഓർമ്മയുള്ളൂ. നല്ല അറിഞ്ച മുറിഞ്ച് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ എവിടെയോ എത്തിയപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് എൻ്റെ അല്ലുട്ടനെ വന്ന് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. വൈശാട്ടിനും അല്ലുട്ടനും കൂടെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുവള്ളിക്ക് വന്നായിരുന്നു കേട്ടോ. ഞാൻ ബസ് ഇറങ്ങുന്നതിന് മുമ്പേ അവരെത്തി. അവരിത് കൂൾബാറിൽ കയറി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടേക്ക് വന്നത്. അപ്പോൾ ഞാനും കൂടി ഇരുന്നൊരു ജ്യൂസും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. തുമ്പമ്മ വീട്ടിലില്ലല്ലോ, തുമ്പമ്മ ചെറുപ്പയാണല്ലോ. ഇനി അവളെ പോയി അവിടെ നിന്ന് എടുക്കണം. അങ്ങനെ വീട്ടിലെത്തിയപാടെ എനിക്കെന്താ കൊണ്ടുവന്ന അമ്മയെന്ന് പറഞ്ഞ് ഞാനൊരു പമ്പരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന്. അപ്പോൾ അതൊക്കെ എടുത്ത് കറക്കി നോക്കുകയാണ് മൂപ്പര്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെറുപ്പയ്ക്ക് പോയി. ചെറുപ്പയെ പോയപ്പോൾ അതാ തുമ്പി അവിടെ സെറ്റാണ്, ആര്യൻ്റെ അപ്പൂൻ്റെയും കൂടെ കേട്ടോ. എന്നെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. നല്ല നിറം വെച്ചില്ലേ അപ്പു കഴുകിയത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ബ്രെഡും പിന്നെ ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് അമ്മയ്ക്ക് ഇപ്പോൾ പ്രാക്ടീസിന് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നൈസായിട്ട് അച്ഛനടുത്തൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അച്ഛനടുത്തേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. അച്ഛൻ ഇപ്പോൾ ഓക്കെ ആണ്. എന്നാലും യൂറിൻ ട്യൂബ് ഇട്ടത് കൊണ്ട് ഉള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാവരും പാടെ വെല്ലിച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ വെല്ലിച്ചൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അച്ഛനടുത്തൊക്കെ ഒന്ന് ചില്ലായി. അച്ഛൻ അങ്ങനെ എല്ലാവരും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി അച്ഛനടുത്തൊക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാ. വൈശാഖേട്ടൻ ചെറിയ പനിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പവും വൈശാഖേട്ടൻ കൂടെ ഏട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ആ സമയം ഞങ്ങൾ നേരെ വന്നത് അമ്മേൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ കുസുമ ടീച്ചറെ വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പൂവിനെ ശ്രദ്ധിക്കണം, പൂവ് ഇതാ വീഡിയോ എടുക്കും, അവളെ ഫോൺ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണ്ടെന്ന്. അമ്മ എന്നോട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ തരാം കേട്ടോ, ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തരാം കേട്ടോ എന്ന്. എന്താ തരുന്ന വെച്ചാൽ ഞാൻ വാങ്ങിയിട്ട് വരാം കഴിച്ച്. എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. അവളുടേതായ പല പല സ്റ്റെപ്പുകളും കളിക്കുന്നുണ്ട്. ചില സമയത്ത് അമ്മേൻ്റെ സ്റ്റെപ്പുകൾ കാണുമ്പോൾ ഞാൻ പണ്ടത്തെ നമ്മുടെ മമ്മൂട്ടീനെയാണ് ഓർത്ത് പോകുന്നത്. മമ്മൂട്ടീൻ്റെ ചില സ്പെഷ്യൽ സ്റ്റെപ്പുകളൊക്കെ അമ്മ ഇറക്കുന്നുണ്ട്. കണ്ടില്ലേ തന്നെ കണ്ടോ. അപ്പോൾ തുമ്പി ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത്. തുമ്പി അമ്മമ്മയാണ് എന്നുള്ളൊരു അധികാര ഭാവത്തോടു കൂടിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഓടുന്നത്. പക്ഷേ ആരെങ്കിലും കയ്യോ കാലോ തൊട്ടി തെറിച്ച് പോകാനുള്ളതേ ഉള്ളൂ അവൾ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് കുട്ടി അകത്തു കൂടെ പോകുന്നുണ്ട് ഇപ്പുറത്തൂടെ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ഡയറക്ഷൻസ് ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടോ അമ്മേൻ്റെ സ്പെഷ്യൽ സ്റ്റെപ്പുകളൊക്കെ കണ്ടോ നിങ്ങൾ? നല്ല രസമുണ്ട്. കണ്ടില്ലേ ഈശ്വര, ഇന്ന് എനിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്നെ എടുത്ത് കുരിച്ച് തറയ്ക്കും. പിന്നെ കുറച്ച് നേരം തുമ്മീനെ അടക്കിയിരുത്താൻ വേണ്ടി നടുക്ക് അവളെ ഇരുത്തി അവളെ കൈ പാട്ട് കൊടുത്തു. പിന്നെ അത് അമ്മ ഒന്നൊന്നര കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, ഈ വീഡിയോ ഒന്ന് ലിങ്ക് അമ്മയ്ക്ക് അയച്ചു കൊടുക്കണ്ട ഗൈസ്. സ്മിതേച്ചിൻ്റെ സ്പെഷ്യൽ സ്റ്റെപ്പ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ ആർമോദിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ അല്ലേ. എനിക്ക് പ്രാവശ്യം ഉത്സവത്തിന് കൂടാൻ പറ്റുമോ എന്നറിയില്ല, അതുകൊണ്ട് ഞാനില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ കൈക്കുട്ടിക്കളി ഇതുവരെ കളിച്ചിട്ടില്ല കേട്ടോ. തിരുവാതിരക്കളിയോ മറ്റെന്തെങ്കിലും ഡാൻസുകളോ ചെയ്യണമെങ്കിൽ പോലും പീരീഡ്സ് ആയാൽ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല സ്പെഷ്യൽ സ്റ്റെപ്പ്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറച്ച് വ്യക്തികൾ നമ്മളെ ജീവിതത്തിലേക്ക് വരും അല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാതെ. അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് സുഹൃത്ത് ബന്ധങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടും. ഗ്രീഷ്മ ഡോക്ടർ കല്യാണമൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ഇനി ഞങ്ങൾക്ക് വൈവയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ടുമുട്ടും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്, ബൈ.